ശ്രീലാം, നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം, അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇപ്പോ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇതുവരെ ആ അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നിട്ടിറങ്ങാത്തത് എന്ന്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെല്ലാം ഏവരും ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഹർജിയുടെ മേൽ CBI അന്വേഷണം നടക്കുമോ, അവർക്ക് നീതി ലഭിക്കുമോ എന്നാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. കിട്ടുമോ? ഒരു തരത്തിലും നീതി കിട്ടാനുള്ള ഒരു സംവിധാനമില്ല. സത്യം പറഞ്ഞാൽ CBI കേസ് ഏറ്റെടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു മരണം ഉണ്ടാകുന്നു. ഈ മരണത്തിന്റെ ആദ്യ ഘട്ടത്തിലൊന്നും ഇവർ അനങ്ങിയിട്ടേ ഇല്ല, ഈ വീട്ടുകാർ അനങ്ങിയിട്ടേ ഇല്ല. അവസാന ഘട്ടത്തിൽ ഇതിന്റെ എല്ലാ തെളിവുകളും നശിപ്പിച്ച് അങ്ങേ അറ്റം എത്തിച്ചു കഴിഞ്ഞ് ഏതാണ്ട് 2-3 മാസമായില്ലേ, മുഴുവൻ കേസ് ഒരു തെളിവും അവശേഷിക്കുന്നില്ലല്ലോ. എവിടെ നിന്നാണ് CBI അന്വേഷണം തുടങ്ങുക? ഇത് CBIക്ക് പേരുദോഷം ഉണ്ടാക്കുമെന്നല്ല, ഈ അന്വേഷണം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോവുക? ഇപ്പൊ കേരള പോലീസിന് തൃപ്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കേന്ദ്രത്തെ സമീപിക്കാവുന്ന CBI അന്വേഷണം കേന്ദ്ര ഏജൻസികളെ സമീപിക്കാവും നമ്മൾ പറയുന്നുണ്ട്. ശരിയാണ്, കേരള പോലീസിന്റെ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തെ സംബന്ധിച്ച് അതൃപ്തി ഉണ്ടായിരുന്നല്ലോ വീട്ടുകാർക്ക്. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവർ ചിന്തിച്ചത്? ഈ കേസിൽ ഒരു നീതി കിട്ടുമെന്ന് അവർ എങ്ങനെയാണ് ചിന്തിച്ചത്? ഏതെങ്കിലും ഒരു CPM നേതാവോ പ്രതിയായ കേസിൽ CPM-ന്റെ സർക്കാർ ഭരിക്കുമ്പോ എവിടെ നീതി കിട്ടാനാണെന്നേ? എന്ത് തീരുമാനത്തിലാണ് ഇവർ എവിടെയായിരുന്നു ജീവിച്ചത്? ഈ വീട്ടുകാർ വിദ്യാഭ്യാസമുള്ള ചില ആൾക്കാരല്ലേ ആ വീട്ടിലുള്ളത്. എങ്ങനെയാണ് അവർ പാർട്ടി ആദ്യഘട്ടത്തിൽ, അതായത് പത്തനംതിട്ടയിലെ പാർട്ടി ഇവരുടെ കൂടെ ഉണ്ടെന്ന് വരുത്തി തീർത്തത് തന്നെ ഈ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നേ. ഈ കേസിൽ എന്ത് തരത്തിലുള്ള അന്വേഷണം ഇനി നടത്തേണ്ടത്? ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കണമെങ്കിൽ, ഇനി ഒരു കൊലപാതകമാണെന്ന് ഇരിക്കട്ടെ, ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഒരു ഡെഡ് ബോഡി, ആ ഡെഡ് ബോഡി എടുത്തൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം എവിടെയുണ്ടോ? ആ സംവിധാനം ഇല്ലാതാക്കി കളഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി സംസ്കരിച്ചു കളഞ്ഞില്ലേ? ഇനി എങ്ങനെയാണ് അതൊരു കൊലപാതകമാണെങ്കിൽ തന്നെ അത് കൊലപാതകമാണെന്ന് തെളിയിക്കുക? അവസാന ഘട്ടത്തിൽ എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷം അവിടേക്ക് അന്വേഷണം എത്തുമ്പോ, CBI-യിലേക്ക് അന്വേഷണം എത്തുമ്പോ CBI ഇത് എങ്ങനെ തെളിയിക്കും? തെളിയിക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇത്? ഇനി CBI കൊലപാതകമാണെന്ന് കണ്ടെത്തി ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും CCTV ദൃശ്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇതുവരെയുള്ള എല്ലാ CCTV ദൃശ്യങ്ങൾ CPM നശിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ദിവ്യക്ക് വേണ്ടി ഇതെല്ലാം ഇല്ലാതാക്കി കാണില്ലേ? ഇനി ആകെയുള്ളത് കോൾ ലിസ്റ്റ് മാത്രമല്ലേ? ഈ കോൾ ലിസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ ഇതിൽ ആരാണ് ഇടപെട്ടിരിക്കുന്നത് കണ്ടെത്താനുള്ള എന്ത് സംവിധാനമാണെന്നേ ഉള്ളത്? എങ്ങനെയാണെന്ന് ഇത് കണ്ടെത്തുക? എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷം ഇത് CBI അന്വേഷണത്തിന് പോകുമ്പോ എങ്ങനെയാണ് CBI ഈ കേസിൽ ഒരു കൃത്യമായ നിലപാടിലേക്ക് പോവുക? എങ്ങനെയാണ് ഒരു അന്വേഷണം എത്തുക? പലപ്പോഴും CBI പലപ്പോഴും പലരും കുറ്റപ്പെടുന്നുണ്ട്. CBI ഇപ്പൊ കിട്ടുന്ന കേസുകളൊന്നും തെളിയുന്നില്ല, അല്ലെങ്കിൽ CBIക്ക് അത്ര വലിയ ഫലപ്രദമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കേസിൽ ഏറ്റവും പ്രാഥമികമായി വേണ്ടത് പ്രാഥമികമായ തെളിവുകൾ തന്നെയാണ്. ആ പ്രാഥമികമായ സമയത്ത് തന്നെ ഇതെല്ലാം നശിപ്പിച്ച ശേഷം പിന്നീട് നമ്മൾ എങ്ങനെയാണെന്ന് ഒരു കേസ് മുമ്പോട്ട് പോകുന്നത് ചിന്തിക്കുന്നത്? അത് തന്നെ അപകടമല്ലേ അങ്ങനെ ചിന്തിക്കുന്നത്? ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ദിവ്യയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ CPM നടത്തുന്ന നമ്മൾ കണ്ടതാണ്. പത്തനംതിട്ടയിലെ CPM ഇവരുടെ കൂടെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും, ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ട്, മതാചാര പ്രകാരം CPM ആദ്യമായി മതാചാരം അനുസരിച്ച് മറവ് ചെയ്യാൻ അല്ലെങ്കിൽ സംസ്കരിക്കാൻ വേണ്ടി നടത്തിയ ആദ്യത്തെ ശ്രമമായിരിക്കും ഈ പത്തനംതിട്ടയിൽ നടന്നത്. ഒരു പ്രതിരോധവും ഉയർത്താതെ ആ പെൺകുട്ടികൾക്ക് ചിതയിൽ ചെന്ന് എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി ഈ ഡെഡ് ബോഡി സംസ്കരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? എന്തുകൊണ്ടാണ് അത് ചെയ്തത്? തീർച്ചയായും ഇതിലൊരു അന്വേഷണം വന്നാൽ ഒന്നും അവശേഷിക്കരുത് CPM-ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും കാലം CPM-നെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത്? സത്യത്തിൽ കഷ്ടം തോന്നുന്നു ആ വീട്ടുകാരോട്. എനിക്ക് അറിയില്ല എന്തായിരുന്നു അവരുടെ മാനസികാവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേസ് ഏറ്റെടുത്താലും CBI-ക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ പരിമിതമായ നിയമത്തിന്റെ അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം പ്രാഥമികമായ ഒരു തെളിവ് ശേഖരിക്കാൻ പോലീസിന് കഴിയില്ല. ആകെയുള്ളത് CCTV ദൃശ്യങ്ങൾ, പിന്നെയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഇദ്ദേഹം എവിടെയൊക്കെ പോയി എന്ന അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ട CCTV ദൃശ്യങ്ങളിൽ നിന്നാണ്. ആ CCTV ദൃശ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല, അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ആകെ നമുക്ക് ചെയ്യാൻ കഴിയുക ഒരു കാര്യം, കോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. കോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പരസ്പരം സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ അന്വേഷണം നടത്തിയാലും ചോദ്യം ചെയ്താലും കോടതിയിൽ എത്തുമ്പോൾ, ചോദ്യം ചെയ്ത ഒരു കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് കുറച്ച് പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിയാലും കോടതിയിൽ ഇത് കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ആത്മഹത്യാ പ്രേരണ കുറ്റമോ ചുമത്താനുള്ള തെളിവുകൾ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തത് എവിടെയാണ്? അപ്പോൾ തന്നെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ആ റിപ്പോർട്ട് വെച്ചിട്ട്, അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ചിട്ട് അതിന്മേൽ ഒരു അന്വേഷണം നടത്താമെന്നല്ലാതെ അതിന്മേൽ അന്വേഷണം നടത്തുമ്പോൾ എന്താ ഉണ്ടാവുക? എങ്ങനെയാണ് കണ്ടെത്തുക?
യഥാർത്ഥത്തിൽ വളരെ കഷ്ടമായി പോയി. അദ്ദേഹത്തിന് നീതി കിട്ടില്ല എന്ന് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ മരണം കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു മരണം ഉണ്ടാകുമ്പോൾ ആ വീട്ടുകാരൊക്കെ ആ സമയത്ത് കൃത്യമായി ഇതിന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. പക്ഷെ അവരുടെ ഇമോഷണൽ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് അനിയൻ ഒരു അഭിഭാഷകനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു അഭിഭാഷകനായി അദ്ദേഹത്തിന് തോന്നിയെന്നില്ലേ ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ? എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് CPM-നെ ഇത്രയധികം വിശ്വസിച്ചത്? വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് CPM പത്തനംതിട്ടയിലെ CPM ഇവരോടൊപ്പം നിൽക്കും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അത് ആ പത്തനംതിട്ടയിലെ CPM ചെയ്ത ഏറ്റവും ഗുരുതരമായ ഒരു ഏറ്റവും ഗുരുതരം എനിക്ക് തോന്നുന്നു കണ്ണൂരെ CPM-നേക്കാൾ ഗുരുതരമായ കുറ്റം ഇവിടെ ചെയ്തിരിക്കുന്ന പത്തനംതിട്ടയിലെ CPM ആണ്. അവരാണ് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനുള്ള അവസരങ്ങൾ, അതായത് കണ്ണൂരിനെ ടീമിന് അത് മറയ്ക്കാനും ഒളിക്കാനും അത് ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി വളരെ കൃത്യമായി നിലകൊണ്ടത് പത്തനംതിട്ടയിലെ CPM-ന്റെ ടീമാണെന്ന് പറയേണ്ടി വരില്ലേ? യഥാർത്ഥത്തിൽ അതല്ലേ സംഭവിച്ചിട്ടുണ്ടാവുക? കഷ്ടമെന്നേ പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. ഏത് CBI വന്നാലും ഒരു അന്വേഷണവും മുമ്പോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.